നമസ്കാരം. ഇന്ന് മഹാസൂര്യഗ്രഹണ ദിവസമാണ്. എന്നാൽ ഈ സൂര്യഗ്രഹണ ദിവസം ഇന്ത്യയിൽ ദൃശ്യമല്ല എന്നത് വാസ്തവമാണ്. എന്നാൽ ദൃശ്യമല്ല എങ്കിൽ പോലും ഗ്രഹങ്ങളുടെ അധിപനായ സൂര്യനിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഓരോ നക്ഷത്രക്കാരെയും ബാധിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഇന്നേ ദിവസം ജ്യോതിഷപരമായി നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് ശനി ദൃഷ്ടി ഒഴിഞ്ഞ് ശുക്രദശ അഥവാ ശുക്രദശയ്ക്ക് തുല്യമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ദിവസമാകുന്നു. ഇന്നു മുതൽ ഇത്തരത്തിലുള്ള ചില സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ഒരു സൗഭാഗ്യം തേടിയെത്തുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഇന്നേ ദിവസം നടത്തുന്ന ശിവപൂജയുടെ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ശുക്രദശയ്ക്ക് തുല്യമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരായ വ്യക്തികൾ തീർച്ചയായും ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില ശുഭകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതായ സമയമാണ് ഇത്. കാരണം ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ശനി ദൃഷ്ടി ഒഴിയുകയും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാകുന്നു. അതിനാൽ തന്നെ നിങ്ങൾക്ക് ശുക്രദശയ്ക്ക് തുല്യമായ ചില ഫലങ്ങൾ വന്നു ചേരാം. ഇന്നേ ദിവസം ഭിന്ന സ്വരങ്ങളെ നിർവീര്യമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ആളുകളെ ഒപ്പം നിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഊഹ കച്ചവടം, ലോട്ടറി, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരവ് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. കടബാധ്യതകൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങളാണ് ഇത്. കൂടാതെ കുട്ടികളുടെ പഠനാവശ്യവുമായി ബന്ധപ്പെട്ട് പണം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മികച്ച ജോലി നേടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. മനക്ലേശങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. ആരോഗ്യപരമായി അല്പം കൂടി ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. എന്നിരുന്നാലും ഈ സമയം ധനപരമായി വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ അനുകൂലമാണ് സമയം. എതിർപ്പുകളെ നിങ്ങൾക്ക് അവഗണിച്ച് പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. ആഡംബരമായ വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഗൃഹം മോടി പിടിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. വിവാഹാലോചനകൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാകുന്നു. ശുഭകരമായ കാര്യങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സംതൃപ്തി നേടുവാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് സംതൃപ്തി നേടുവാൻ സാധിക്കുന്നതായ അവസരമാണ് ഇത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുമാനം വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. വസ്തു വ്യവഹാരത്തിൽ തിരിച്ചടി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എന്നിരുന്നാലും ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ അനുകൂലമായി തീരും. ഈ സമയം പ്രമോഷൻ, സ്ഥാനോന്നതി തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാവുന്നതാണ്. ഈ സമയങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കും, അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ യാത്രകൾ വേണ്ടിവരും. അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും. കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമാണ് സമയം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങളാണ് എന്ന് ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ സമയം ഗുണകരമായ മാറ്റങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. തിരിച്ചടവ് മുടങ്ങാതിരിക്കുവാൻ ശ്രദ്ധ പുലർത്തും. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അമ്മയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും പ്രതീക്ഷിക്കുവാൻ സാധിക്കും. പ്രശംസ നേടുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരും. മനക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം മേലുദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെയോ പ്രീതി നേടുവാൻ സാധിക്കും. സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. യാത്രകൾ ഗുണകരമായി തീരുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ഫലപ്രദമായി പ്രതിരോധിച്ച് സംതൃപ്തി നേടുവാൻ സാധിക്കും. ഈ സമയം അനുകൂലമായ ഫലങ്ങളാണ് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് വന്നു ചേരുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരോഗ്യപരമായ ഉയർച്ചയും നേടുവാൻ സാധിക്കുന്നതായ സമയമാണ്.
അവഗണനകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. അവഗണിക്കുന്നവർക്ക് തക്കതായ മറുപടി അത് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് സമയം. ഈ സമയം പിണങ്ങിയവർ പോലും ഇണക്കവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കുന്നതായ സമയമാണ്. ധീരമായ പല നടപടികളും എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം കലാകാരന്മാർക്കും അനുകൂലമാണ് സമയം. പറഞ്ഞു വച്ചിരിക്കുന്ന പല അവസരങ്ങളിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ഈ സമയം സ്വത്ത് ലഭിക്കുകയോ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാനോ സാധിക്കും. ഈ സമയം പല രീതിയിലുള്ള അനുകൂലമായ ഫലങ്ങളും വന്നു ചേരും. പല കാര്യങ്ങളിലും പിന്തിരിയുവാൻ താല്പര്യപ്പെടാതെ മുന്നോട്ട് പോവുകയും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന ആശയക്കുഴപ്പങ്ങൾ അത് നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. പുതിയ ജോലി ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ നിലവിലുള്ള ജോലി അത് ഒഴിവാക്കി പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്നാൽ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ശ്രമിക്കുന്നതാണ് ഉത്തമം. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. പ്രധാനമായും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും. ക്ലേശങ്ങൾ മനക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ അവസരമാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നേട്ടങ്ങൾ ഇരട്ടിയായി തന്നെ വരും. ഈ സമയം ശനിയുടെ ദൃഷ്ടി ഒഴിഞ്ഞിരിക്കുന്ന സമയമാകുന്നു. അതിനാൽ തന്നെ തീർച്ചയായും അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. കാരണം ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. ഗുണകരമായ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ അവസരം. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാകുന്നു. വാഹനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അത് പുതിയ വാഹനം തന്നെ സ്വന്തമാക്കുവാനും പഴയ വാഹനം കൊടുത്ത് പുതിയ വാഹനം വാങ്ങുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരും. ഈ സമയം പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. കൊടുത്ത കൈവായ്പ പോലും തിരികെ ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം പുതിയ ചില കാര്യങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം. കൂടാതെ ഇഷ്ട വസ്തുക്കൾ വാങ്ങുവാനുള്ള ആഗ്രഹിക്കുന്നതായ വസ്തുക്കൾ വാങ്ങുവാനുള്ള ആഗ്രഹമുണ്ട് എങ്കിൽ അത് തീർച്ചയായും നടക്കും എന്ന് തന്നെ പറയാം. അതിന് സമ്പത്ത് തടസ്സമാവില്ല എന്ന കാര്യം ഓർക്കുക. ദാമ്പത്യ ക്ലേശങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഈ സമയം നിങ്ങൾക്ക് ഉണർവുണ്ടാകുന്ന സമയമാകുന്നു. കലാകാരന്മാർക്കും പറഞ്ഞു വച്ചിരിക്കുന്നതായ അവസരങ്ങൾ ലഭിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. ധനപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കുവാൻ സാധിക്കും. ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നതായ അവസരമാണ് ഇത്. കൂടാതെ ഈ സമയങ്ങളിൽ സുഹൃത്തുക്കളുമായി പിണങ്ങുവാനുള്ള സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കുവാനോ അല്ലെങ്കിൽ തിരിച്ചടവ് മുടങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയോ ചെയ്യാവുന്നതാണ്. അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. ധനക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. ആരോഗ്യപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതായ അവസരമാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ വളരെ വേഗം ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഇഷ്ടദേവതയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരാടം നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാർക്ക് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുവാൻ സാധിക്കും. തൊഴിൽ രംഗം വിപുലീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തോടൊപ്പം ചെലവഴിക്കുവാൻ സമയം ലഭിക്കുന്നതാണ്. കൂടാതെ ഈ സമയം പഠനവുമായി ബന്ധപ്പെട്ട് തയ്യാറെടുപ്പുകൾ ശരിയായ രീതിയിൽ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് പൊരുത്തപ്പെടുവാൻ സാധിക്കുകയും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുകയും ചെയ്യും. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഉത്സാഹം വർദ്ധിക്കുകയും തന്മൂലം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യും. പണം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ്. അതിനുള്ള ചില അവസരങ്ങൾ വന്നു ചേരും. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. ആരോഗ്യപരമായും നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ശനിദൃഷ്ടി ഒഴിഞ്ഞിരിക്കുന്ന സമയമായതിനാൽ തന്നെ ഈ സമയം പല തടസ്സങ്ങളും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങൾക്ക് തുണയ്ക്കുന്നതാകുന്നു. വ്യാപാരവുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും.
ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. ഈ സമയം ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. കലാകാരന്മാരുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും. ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു വരുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരും. സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ച വന്നു ചേരുന്ന സമയമാകുന്നു. ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കാരണം ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. തീർച്ചയായും പരമശിവനെയും അതേപോലെ ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് ഈ സമയങ്ങളിൽ ഏതൊരു കാര്യത്തിലും അച്ചടക്കം പുലർത്തുവാൻ സാധിക്കും. പിന്തുണ ലഭിക്കുന്നതായ സമയമാണ് എന്ന കാര്യം ഓർക്കുക. എന്നാൽ ജാമ്യം നിൽക്കുക പോലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ വീക്ഷിക്കേണ്ടതാകുന്നു. അബദ്ധങ്ങൾ പിണയുവാൻ സാധ്യതയുണ്ട്. ഭൗതിക നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. കർമ്മരംഗത്തും മത്സരങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ഇഷ്ടവസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. ചെറിയ പ്രശ്നങ്ങൾ പോലും നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ, ശുഭവാർത്തകൾ കേൾക്കുകയോ ശുഭകാര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് സംഭവിക്കാനോ സാധ്യത കൂടുതലാണ്. ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ്. ഈ സമയം ഇഷ്ടാഹാരം ലഭിക്കാനുള്ള സാധ്യതകൾ പോലും വർദ്ധിച്ചിരിക്കുന്ന അവസരമാകുന്നു. യാത്രകൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. അത് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും യാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു. സന്തോഷകരമായ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സമയം കൂടിയാകുന്നു. കാലം അനുകൂലമായതിനാൽ ശനിദൃഷ്ടി ഒഴിഞ്ഞു നിൽക്കുന്ന സമയമായതിനാൽ തന്നെ തീർച്ചയായും ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ഭാഗ്യം തുണയ്ക്കുകൂടി ചെയ്യുന്ന സമയമായതിനാൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. ഈ സമയം തീർച്ചയായും പരമശിവനെയും ഇഷ്ടദേവതയെയും ആരാധിച്ച് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മുന്നോട്ട് പോവുക. മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും ശുഭകരമാണ്. ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും.